ഹായ്, ഏവർക്കും കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കീം എൻട്രൻസ് എക്സാമിനേഷന് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1-ൽ ഓൾജിബ്ര എന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2-ൽ ട്രിഗണോമെട്രി, അതായത് +1-ലെ ട്രിഗണോമെട്രി, +2-ലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ്, അതായത് 10 ക്വസ്റ്റ്യൻസ് ആണ് എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. ടഫായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. സിലബസ് പഠിക്കുക. +1-ൽ പഠിക്കേണ്ട ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷനും പ്രത്യേകിച്ച് ഫോർമുലകളെല്ലാം തന്നെ തറവാക്കുക. സെക്കൻഡ് ഇയറിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ഭംഗിയായിട്ട് പഠിക്കുക. എങ്കിൽ ഈ ചാപ്റ്ററിലെ 10 ക്വസ്റ്റ്യനിൽ മിനിമം ഒരു 5 to 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. 2-3 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ 2024-ൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024-ൽ താരതമ്യേന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ട്രിഗണോമെട്രിയിൽ നിന്ന് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 1, 102ാമത്തെ ക്വസ്റ്റ്യൻ. 2 circles C1 and C2 have radii 18 and 12 units respectively. If an arc of length L of C1 subtends an angle 80 degree at the center, then the angle subtended by an arc of same length L of C2 at the center is dash. 5 ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ രണ്ട് സർക്കിളിൻ്റെയും ആർക്ക് ലെങ്ത് ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. സമാനമായ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. L1 = L2. ലെങ്ത് ഓഫ് ആൻ ആർക്ക് കാണുന്ന ഫോർമുല r × θ, റേഡിയസ് × സെൻട്രൽ ആംഗിൾ. ഒന്നാമത്തതിൻ്റെത് R1 × θ1. രണ്ടാമത്തെ സർക്കിൾ R2 × θ2 എന്ന് നമുക്ക് അസ്യൂം ചെയ്താൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. R1 × θ1 = R2 × θ2. ഒന്നാമത്തെ റേഡിയസ് 18, അപ്പോൾ R1 18. ഒന്നാമത്തതിൻ്റെ സെൻട്രൽ ആംഗിൾ 80, അത് കൊടുത്തു. = രണ്ടാമത്തെ റേഡിയസ് 12. രണ്ടാമത്തെ ആംഗിളാണ് കാണേണ്ടത്, അത് θ2. അത് θ2 എന്ന് നമ്മൾ കൊടുത്തു. സോ ഈ 12 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 120 ഡിഗ്രി. θ2 = എന്താണ്? 120 ഡിഗ്രി. അതായത് സെക്കൻഡ് സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കണ്ടാൽ പേടിക്കുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. 1/tan A - tan B = ഈ 5 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? 1/tan A എന്ന് പറഞ്ഞാൽ sin A / cos A മൈനസ് tan B എന്ന് പറഞ്ഞാൽ sin B / cos B. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ cos B ഇവിടെ വരും. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ കണ്ടോ, sin A × cos B മൈനസ് cos A × sin B. sin A cos B മൈനസ് cos A sin B ഹോൾ ഡിവൈഡഡ് ബൈ cos A × cos B ബൈ cos A cos B. അത് സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ പോകും. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിൽ cos A cos B അതുപോലെ താഴെ sin A cos B മൈനസ് cos A sin B sin A - B ഫോർമുല അത് പഠിച്ചേ പറ്റൂ. വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. ഇതിൽ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? അല്ലേ, എല്ലാം ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ കൃത്യമായ ആൻസർ കണ്ടെത്തുക. cos A cos B ബൈ sin A - B. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, cos ഇൻവേഴ്സ് cos -7π/9. സോ cos ഇൻവേഴ്സ് cos ഓഫ് -x എന്ന് പറഞ്ഞാൽ പ്ലസ് cos x എന്ന് നിങ്ങൾക്കറിയാം. cos ഓഫ് -x പ്ലസ് cos x. അപ്പോൾ ഇത് cos 7π/9 എന്ന് എഴുതാം. ഇനി cos ഇൻവേഴ്സ് ഓഫ് cos x എന്ന് പറഞ്ഞാൽ എന്താണ്? x. ആ x എന്ന് പറയുന്നത് 0-ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കായിരിക്കണം. ഇത് 0-ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ഒരു ആംഗിളാണ്. കാരണം പൈ എന്ന് പറഞ്ഞാൽ 180. 180/9 20. 7 × 20 140 ഡിഗ്രി. 180-നേക്കാളും ചെറുതാണ്. അപ്പോൾ cos ഇൻവേഴ്സ് cos x = x എന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ആൻസർ എന്താണ്? 7π/9 എന്ന് കിട്ടും. ഓക്കെ, 7π/9. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ദിസ് വൺ. ഓരോന്നിൻ്റെ വാല്യൂ കാണുക. cos ഇൻവേഴ്സ് 0 നമുക്കറിയാം. cos ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. sin ഇൻവേഴ്സ് √3/2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. cos ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ sin ഇൻവേഴ്സ് 1 90 ഡിഗ്രി. cos ഇൻവേഴ്സ് √3/2 30 ഡിഗ്രി. sin ഇൻവേഴ്സ് 1/√2 45 ഡിഗ്രി. മേളിൽ ആഡ് ചെയ്യുമ്പോൾ 210, താഴെ ആഡ് ചെയ്യുമ്പോൾ 165. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 കൊണ്ടൊക്കെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ല 42 എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്?
21 അല്ലേ, 6 4 21. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 42/33 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. 16-ൽ എത്രയാണ്, 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 3 15. അപ്പോൾ ഇവിടെ 3 വരും, വീണ്ടും 15 3. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് 5 4 20 42. 42/43. പിന്നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14/11. ഇവിടെ 14/11 ഉണ്ടോ? ഉണ്ട് അല്ലേ. ഇവിടെ ഏതാണ് ഓപ്ഷനിലുള്ളത് എന്ന് നോക്കി എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sec θ plus tan θ 2 plus √3 ആണെങ്കിൽ sec θ minus tan θ എന്താണ്? ഇത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 എന്നറിയാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? sec θ പ്ലസ് ടാൻ θ ഇൻറ്റു sec θ മൈനസ് ടാൻ θ ഈക്വൽ ടു 1. ഇവിടെ sec θ പ്ലസ് ടാൻ θ എന്തായിരുന്നു? 2 plus √3 അല്ലെ, 2 plus √3 ഇൻറ്റു ദിസ് 1. അത് ഇൻറ്റു ആണ്, ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ sec θ മൈനസ് ടാൻ θ ഈക്വൽ ടു 1/2 plus √3. നമുക്ക് കാണേണ്ടതാണല്ലോ. പക്ഷേ ഇവിടെ ചോയ്സിലുണ്ടോ 1/2 plus √3? ചോയ്സിൽ നോക്കി നോക്ക്. ചോയ്സിൽ 1/2 plus √3 ഇല്ല. പ്രിന്റ് മിസ്റ്റേക്ക് ആയിരിക്കും. 2 minus √3 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് കറക്കി കുത്തിക്കളയരുത്. ആൻസർ ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ 1/2 plus √3 ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞ് കളയരുത്. ഇതിനെ ഒന്ന് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം റാഡിക്കൽ ഫോമിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ? ഇതിന്റെ സെന്ററിൽ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. 2 minus √3 അത് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ താഴെ ഇരിക്കുന്ന അതുപോലെ, മേളിലത്തെ 2 minus √3 അതുപോലെ. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 4 minus 3 that is 1. 2 minus √3/1. 2 minus √3. ഓപ്ഷൻ എ. ആദ്യം തന്നെ സംഗതി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അത് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ക്വസ്റ്റ്യൻസ് വളരെ ടഫും ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ചോദിക്കും. അത് സമയമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. എങ്കിലും പ്രാക്ടീസ് ചെയ്തവർക്ക് അത് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്നത് 1 plus tan θ plus sec θ by 2 sec θ. ബി എന്ന് പറയുന്നത് sin θ by 1 minus sec θ plus tan θ. ദെൻ എ ബൈ ബി എന്താണ്? ഇതിന് ഷോർട്ട് കട്ട് ട്രിക്ക് ഒന്നുമില്ല, പക്ക സിംപ്ലിഫിക്കേഷൻ. എ ബൈ ബി ഇത് അതുപോലെ എഴുതി. അടുത്ത് ഡിവൈഡഡ് ബൈ ഇത് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആക്കുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1 minus sec θ plus tan θ. അതിനെങ്ങനെ എഴുതി? 1 plus tan θ minus sec θ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ. ഈ sin θ താഴെ വരും. ഇനി മേളിൽ നോക്കടാ, ഇത് 1 plus tan θ, ഇവിടെ 1 plus tan θ. അത് എ എന്ന് കൊടുക്കുക. sec θ ബി. അപ്പോൾ എന്ത് കിട്ടി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എസ് എന്ന് പറയുന്നത് 1 plus tan θ അതിന്റെ സ്ക്വയർ, മൈനസ് ബി എന്ന് പറഞ്ഞാൽ sec θ അതിന്റെ സ്ക്വയർ, ബൈ താഴെയുള്ളത് അതുപോലെ 2 sec θ sin θ. മേളിൽ ഇനി എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab 2 tan θ പ്ലസ് ബി സ്ക്വയർ. അടുത്തത് മൈനസ് സി സ്ക്വയർ തീറ്റ അതുപോലെ, താഴെയുള്ളത് അതുപോലെ. നിങ്ങൾക്കറിയാം ഈ സംഗതി sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ 1. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് sec സ്ക്വയർ തീറ്റ എന്തായിരിക്കും? -1. അതാണ് ഈ സംഗതി. ആദ്യത്തെ രണ്ടിറ്റേം അതുപോലെ. ഇത് എഴുതുമ്പോൾ എന്ത് കിട്ടും? -1. ഇതും ക്യാൻസൽ ചെയ്താൽ 2 tan θ ബൈ 2 ഇൻറ്റു ഈ സൈൻ തീറ്റ എഴുതി sec θ 1/sec എന്ന് പറഞ്ഞാൽ cos θ എന്ന് നമുക്ക് മേളിൽ എഴുതാം. ഇനി tan θ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? sin θ ബൈ cos θ. cos θ വെട്ടി, sin θ വെട്ടി, ആൻസർ എന്ത് കിട്ടി? 1 അല്ലേ. നമ്മൾ ഈ പറഞ്ഞ വലിയ സംഗതി സിംപ്ലിഫൈ ചെയ്ത് 1 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 108. If 1/1 minus tan x equal to 3 plus √3/2, 0 less than or equal to x less than π/2, then value of x അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഈ 2 എവിടെ വരുന്നു? മേളിൽ പോകുന്നു, ഈ സാധനം താഴെ. അപ്പോൾ 2/3 plus √3 ഈക്വൽ ടു 1 minus tan x എന്ന് കിട്ടും. നെക്സ്റ്റ് ഈ മൈനസ് ടാൻ എക്സ് ഇപ്പുറത്തെടുക്കുമ്പോൾ പ്ലസ് ടാൻ എക്സ് ഈക്വൽ ടു 1. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ -2/3 plus √3. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 plus √3 -2 by 3 plus √3. ഇവിടെ 3 - 2 എന്താണ്? 1. 1 plus √3 by 3 plus √3. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ റാഡിക്കൽ ഫോമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ 3 minus √3 മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. 3 minus √3. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 into 3 3, 1 into -√3 -√3, √3 into 3 3 √3. അടുത്തത് -3 ഹോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 9 - 3. മേളിൽ ഇത് ക്യാൻസൽ ചെയ്ത് പോയി 3 √3 √3 സബ്ട്രാക്ട് ചെയ്താൽ 2 √3 ബൈ 6. 2 6 ക്യാൻസൽ ചെയ്താൽ താഴെ 3 വരും. √3/3
വെറും 3 എന്ന് പറഞ്ഞാൽ √3 × √3, ഒരു √3 ക്യാൻസൽ ചെയ്താൽ 1/√3. tan x 1/√3 എങ്കിൽ x is equal to 30 ഡിഗ്രി, അതായത് π/6, 180/6, π/6. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 109. നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിലീറ്റഡ് പോർഷൻ ആണ്, എന്നാൽ കീം എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കും. tan inverse x മൈനസ് tan inverse y എന്താണ് പ്രോപ്പർട്ടി? tan inverse x മൈനസ് y ബൈ 1 പ്ലസ് xy. അതുപോലെ tan inverse x പ്ലസ് tan inverse y ആണെങ്കിൽ ഫോർമുല tan inverse x പ്ലസ് y ബൈ 1 മൈനസ് xy. രണ്ട് ഐഡന്റിറ്റി പഠിക്കുക, അതുപയോഗിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ tan inverse 4/3 മൈനസ് tan inverse 1/3. ഈ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ tan inverse x മൈനസ് y 4/3 മൈനസ് 1/3 ബൈ 1 പ്ലസ് xy. 1 പ്ലസ് ഇത് ഇൻറ്റു ഇത് 4/3 × 1/3. സിംപ്ലിഫിക്കേഷൻ tan inverse ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പോൾ 4 മൈനസ് 3 3/3 1 എന്ന് കിട്ടും മേളിൽ. ഇവിടെ 3 × 3 9, 9 പ്ലസ് 4 13/9 എന്ന് വരും അല്ലേ. അതെ 1/13/9 ദാറ്റ് ഈസ് tan inverse 9/13. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 110. 10 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. If 0 less than or equal to alpha less than or equal to π/2 and sin alpha minus π/12 equal to 1/2, then alpha is equal to. വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ എടുത്തെഴുതുക. ആൽഫ മൈനസ് π/12 ഈക്വൽ ടു സൈൻ റൈറ്റ് സൈഡിൽ വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ഡിഗ്രി π/6. അതായത് ആൽഫ ഈക്വൽ ടു ഈ π/6 പ്ലസ് π/12. ഒരു 2 മേളിലും താഴെയും ചെയ്താൽ 2π/12 ആഡ് ചെയ്യുമ്പോൾ 3π/12 ദാറ്റ് ഈസ് π/4 എന്ന് കിട്ടും. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. സോ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ടഫായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇതേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും 2025ലും ചോദിക്കാൻ സാധ്യത. തീർച്ചയായും നിങ്ങൾ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ തറവായി പഠിക്കുക, സിംപ്ലിഫിക്കേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്കും ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ കാൽക്കുലസ് എന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷനിൽ നിന്ന് 2024ൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, bye bye.